ഹായ് ഫ്രണ്ട്സ്, മലയാളം വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്ത ഇറക്കുന്ന സിനിമകളും കൂടാതെ ഇന്ന് രാത്രി 11 ശേഷം റിലീസ് ചെയ്ത ഇറക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ആദ്യം നമുക്ക് ഇന്ന് രാത്രി 11 ശേഷം റിലീസ് ചെയ്ത ഇറക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമയാണ് ഒരു തെലുങ്ക് സിനിമയാണ്. ഇവോൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഇന്ന് രാത്രി 11 ശേഷം ഈ സിനിമ റിലീസ് ചെയ്ത് തയ്യാറെടുക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അടുത്തും ഒരു തെലുങ്ക് സിനിമ തന്നെയാണ്. OMG എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇന്ന് രാത്രി 11 ശേഷം ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്ത് തയ്യാറെടുക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് സീരീസാണ്. നമ്മുടെ വേറെ മാരി ഓഫീസിൻ്റെ സീസൺ 2 ആണ്. ഇന്ന് രാത്രി 11 ശേഷം ആഹാ തെലുങ്ക് വഴി ഈ സിനിമ റിലീസ് ചെയ്യാൻ നടക്കുകയാണ്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് സീരീസിന് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എവിടുത്തെ ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു ആന്തോളജി സീരീസാണ്. നമ്മുടെ കമൽഹാസൻ, ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ എന്നിങ്ങനെ വൻതാരതരങ്ങൾ ഒന്നിക്കുന്ന ഒരു ആന്തോളജി സീരീസാണ്. മനോരഥങ്ങൾ എന്ന സീരീസിൻ്റെ പേര് വരുന്നത്. C5 OTT അവകാശം വാങ്ങിച്ച സീരീസ് ഇന്ന് രാത്രി 11 ശേഷം ഈ സീരീസ് C5 വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മൾട്ടി ഒളിയനായിരിക്കും സീരീസ് റിലീസ് ചെയ്യപ്പെടുക. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സീരീസിന് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി നടത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് രാത്രി 11 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. 11ാം സിനിമ ഒരു സീരീസാണ്. നമ്മൾ സത്യരാജൊക്കെ പ്രധാനപ്പെടുത്തുന്ന ഒരു കോമഡി ബാത്തിലുള്ള സീരീസാണ്. മൈ പെർഫെക്റ്റ് ഹസ്ബൻഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസ് ഓഗസ്റ്റ് മാസം 16-ാം തീയതി Disney+ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കണം. മൾട്ടി ഒളിയനാണ് സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് സീരീസിന് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അവിടുത്തെ ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു മലയാള സിനിമയാണ് ഒരു പഴഞ്ചൻ പ്രണയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ സൈനാപ്ലേ OTT അവകാശം വാങ്ങിച്ച സിനിമ ഓഗസ്റ്റ് മാസം 16-ാം തീയതി സൈനാപ്ലേ വഴി OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അവർ ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടതാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്തതും ഒരു മലയാള സിനിമ തന്നെയാണ്. നമ്മുടെ ഒരു മിസ്റ്ററി ഭാഗത്തിന് പടുന്ന ഒരു മലയാള സിനിമയാണ്. സ്വകാര്യം സംഭവ ബഹുലം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ നേരത്തെ OTT റിലീസ് പ്രഖ്യാപിച്ചിട്ട് പോസ്റ്റ്പോൺ ചെയ്ത സിനിമയായിരുന്നു. മനോരമാക്സ് OTT അവകാശം വാങ്ങിച്ച സിനിമ ജൂലൈ മാസം 26-ാം തീയതി മനോരമാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ പോസ്റ്റ്പോൺ ചെയ്ത സിനിമയായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 23-ാം തീയതി മനോരമാക്സ് വഴി സിനിമ OTT റിലീസ് ചെയ്യപ്പെടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അവിടുത്തെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തിരക്കുന്ന സിനിമകളും കൂടാതെ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ തിരക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ടെസ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതും ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അവിടുത്തെ ശ്രമിക്കുക. പിന്നെ നാളെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക സ്വാതന്ത്ര്യദിന ആശംസകൾ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലുള്ള OTT അപ്ഡേറ്റും റിവ്യൂസും കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.